ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ പാർട്ട് 3. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലബാർ കലാപമാണ്. 1921 മലബാർ കലാപം നടന്നത്. ഏറെ പ്രസിദ്ധമായ ഒരു കലാപമാണ് മലബാർ കലാപം. ഇയർ 1921. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കലാപമാണ് മലബാർ കലാപം. മലബാറിലെ കർഷകർ അക്കാലത്ത് ഒരുപാട് ജനദ്രോഹ നടപടികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. കുടിയൊഴിപ്പിക്കൽ, അന്യായമായിട്ടുള്ള നികുതി പിരിവ്, ഉയർന്ന പാട്ടം, ഇതുപോലുള്ള ഒരുപാട് ദ്രോഹ നടപടികൾ അന്നത്തെ കർഷകർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ജന്മിമാരായിരുന്നു കർഷകരെ ദ്രോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത്. ബ്രിട്ടീഷുകാരോടൊപ്പം തന്നെ ജന്മിമാരും ചേർന്ന് നിന്നപ്പോൾ കർഷകരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമായിട്ട് മാറി. അങ്ങനെ അധികാരികളുടെ ഈ മർദ്ദന നയവും പോലീസുകാരുടെ ഉപദ്രവവും ഒക്കെ കൊണ്ടായപ്പോൾ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലെ. അങ്ങനെ ആ പരിധിയും അവസാനിച്ചപ്പോൾ, മുട്ടിയപ്പോൾ കർഷകരെല്ലാം കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങ് സമ്മേളിക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്താണ് കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. അങ്ങനെ കർഷകര് ബ്രിട്ടീഷുകാർക്കെതിരെ, ജന്മിമാർക്കെതിരെയൊക്കെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും ഒക്കെ രൂപം കൊള്ളുന്നതും അതൊക്കെ കേരളത്തിൽ സജീവമാവുന്നതും ഈ മലബാർ കലാപത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി സമ്മേളനം അല്ലെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം ഒക്കെ കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഉണർവേകിയതായിരുന്നു. അവരെയും കൂടെ കേൾക്കുന്ന, അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനവും 1921 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ മഞ്ചേരി സമ്മേളനവും ഒക്കെ. അങ്ങനെ മാപ്പിളമാരെ, അതിൽ മുസ്ലിങ്ങള്, മാപ്പിളമാർ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളായിരുന്നു ഈ ഒരു കർഷകരിൽ അധികവും. കേരളത്തിൽ സജീവമായ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് 1921 ഓഗസ്റ്റ് മാസം അവസാനത്തോടെ കേരളത്തിൽ ആരംഭിച്ച കലാപമാണ് മാപ്പിള ലഹള അഥവാ മലബാർ കലാപം എന്നറിയപ്പെടുന്നത്. മലബാറിലെ കർഷകർ അധികവും മാപ്പിളമാരായിരുന്നു. അതുകൊണ്ടാണ് ഈ കലാപത്തെ മലബാർ കലാപത്തെ മാപ്പിള ലഹള, മാപ്പിള കലാപം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മലബാർ കലാപം ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ്. എന്താണ് പൂക്കോട്ടൂർ കലാപം? ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് നടന്ന കലാപമാണ് പൂക്കോട്ടൂർ കലാപം. ഈ പൂക്കോട്ടൂർ കലാപത്തെ തുടർന്നാണ് മലബാർ ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. 1921 ഓഗസ്റ്റിലാണ് മലബാർ കലാപം ആരംഭിച്ചത്. അതായത് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെന്നു. അതിനെ തുടർന്ന് 1921 ഓഗസ്റ്റ് 20 പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ആര് ചെന്നു? പോലീസുകാർ ചെന്നു. ആരായിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്? വടക്കേ വീട്ടിൽ മുഹമ്മദ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ പൂക്കോട്ടൂരിലെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അതിനെ ജനങ്ങൾ തടഞ്ഞു. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ജനങ്ങളെ തടഞ്ഞു. അങ്ങനെ ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തയും എന്ന് പറഞ്ഞു. അതൊരു തെറ്റായ വാർത്തയായിട്ടാണ് പരിഗണിക്കുന്നത്. ആലി മുസ്ലിയാരെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ചെറിയൊരു വാർത്തയും കൂടെ അവിടെ പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും കൂടെ ആയപ്പോൾ ജനങ്ങൾ രോക്ഷം കൊണ്ടു. അങ്ങനെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് ഈ കലാപം തുടങ്ങിയത്. സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല, ഓൾറെഡി അവരുടെ തെറ്റായ നയങ്ങളും ദ്രോഹപരമായ നടപടികളൊക്കെ കൊണ്ട് കർഷകർ പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ആ ചെയ്യപ്പെടാനായി പോലീസ് വരുന്നതും ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന ഒരു വ്യാജ പ്രചരണം നടക്കുന്നതും ഇതൊക്കെ കൂടി ആയപ്പോൾ ജന്മിമാർക്കും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും എതിരെ അന്നത്തെ കർഷകർ എന്ത് ചെയ്തു? സംഘടിച്ചു.
ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കലാപ നേതാക്കള്? തിരൂരങ്ങാടിയായിരുന്നു കേട്ടോ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്നത് എവിടെയാണ്? തിരൂരങ്ങാടിയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയത്തങ്ങൾ, ആലി മുസ്ലിയാർ എന്നിവരായിരുന്നു കലാപത്തിന്റെ പ്രധാന നേതാക്കൾ. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാറാണ്. ഈ കലാപത്തിൽ കലാപകാരികൾ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മേധാവിത്വം നേടാണ്. അങ്ങനെ അവരൊരു താൽക്കാലിക വിജയം അവർ കരസ്ഥമാക്കാണ്. അങ്ങനെ കരസ്ഥമാക്കിയതിനു ശേഷം മലബാർ മാപ്പിളമാരുടെ കയ്യിലാവുന്നു എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് മാപ്പിളമാര് തങ്ങളുടെ നേതാവായി ആരെ ഉയർത്തിക്കാട്ടുന്നു? ആലി മുസ്ലിയാരെ ഉയർത്തിക്കാട്ടുന്നു. മലബാർ കലാപത്തിൽ മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നെല്ലാം വിശേഷിക്കപ്പെട്ടത് ആരായിരുന്നു? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായിരുന്നു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നും മുസ്ലിങ്ങളുടെ അമീർ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ എന്നിവരെ പിന്നീട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ചു. ഓക്കെ. മലബാർ കലാപത്തോടനുബന്ധിച്ച് നടന്ന ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി. എന്താ വാഗൺ ട്രാജഡി? 1921 തന്നെ മലബാർ കലാപത്തെ തുടർന്ന് നടന്ന സംഭവമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് 1921 നവംബറിൽ നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് വാഗൺ ട്രാജഡി അഥവാ വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപത്തെ തുടർന്ന് ഒരുപാട് പേര് എന്ത് ചെയ്യപ്പെട്ടു? ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ചുകൊണ്ട് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക്, തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആ ഗുഡ്സ് വാഗണിൽ ഉണ്ടായിരുന്ന 90 പേരിൽ 67 പേരും എന്ത് ചെയ്തു? ശ്വാസം കിട്ടാതെ മരിച്ചു. അറിയാലോ, ഒരു ഗുഡ്സ് വാഗൺ എത്രത്തോളം ആളുകളെ കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൽ 90 പേരെയാണ് നിറച്ചിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള റൂട്ടിൽ പോടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ പോത്തന്നൂർ എന്നൊക്കെ പറയും, അങ്ങനെ പോത്തന്നൂർ വെച്ച് നോക്കുന്ന സമയത്താണ് ഈ 90 പേരുള്ളതിൽ 67 പേരും എന്ത് ചെയ്തിട്ടുണ്ട്? ശ്വാസം കിട്ടാതെ മരിച്ചു പോയിട്ടുണ്ട്. ആ സംഭവത്തെയാണ് വാഗൺ ട്രാജഡി അല്ലെങ്കിൽ വാഗൺ കൂട്ടക്കൊല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരനായ TH ഹിച്ച്കോക്ക് ആയിരുന്നു. TH ഹിച്ച്കോക്കിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഈ ഗുഡ്സ് വാഗണിൽ ജനങ്ങളെ കയറ്റിയിട്ട് കൊണ്ടുപോയിരുന്നത്. കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂരിൽ വെച്ചിട്ടാണ് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതായത് പോത്തന്നൂർ വെച്ച് നോക്കുന്ന സമയത്താണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്? 67 പേര് മരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. AR നേപ്പ് കമ്മീഷൻ ആയിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. AR നേപ്പ് കമ്മീഷനെയായിരുന്നു ഇത് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സുമിത് സർക്കാർ ഈ ഒരു സംഭവത്തെ, വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സുമിത് സർക്കാർ വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് എന്താണ്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരൂരാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി കേരള പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലേണിംഗ്.